ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന മരണ വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. 20-25 വയസ്സുള്ള യുവാക്കൾ പോലും ഹൃദയാഘാതത്തിന് കീഴടങ്ങുന്നു. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും സംഭവിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കാത്തവരാണ് ഒട്ടുമിക്കവരും. മതിയായ വ്യായാമമില്ലായ്മയും ഉറക്കക്കുറവും അനാരോഗ്യ ശൈലിയുമൊക്കെയാണ് ചെറുപ്രായത്തിൽ തന്നെ ഹൃദയാഘാതം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ. പല പ്രവാസികളും ജങ്ക് ഫുഡുകളാണ് കഴിക്കുന്നത്. ഇത് ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. 30-35 വയസ്സിന് ശേഷം ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പുകവലി, മദ്യപാനം, അമിത ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ എത്രയും പെട്ടെന്ന് തന്നെ കുറയ്ക്കുക. കുടുംബത്തിൽ ഹൃദയരോഗ ചരിത്രമുണ്ടെങ്കിൽ സാധാരണ ആരോഗ്യ പരിശോധനകൾ നിർബന്ധമാണ്. 40% പ്രവാസികൾക്കും പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയുണ്ട്. ഇവ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദിവസവും 45 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ശരീരം അനങ്ങാതെയുള്ള ജീവിതം ഹൃദയത്തിന് നല്ലതല്ല. കൃത്യമായ ഉറക്കവും സമ്മർദ്ദ നിയന്ത്രണവും ഹൃദയത്തെ സംരക്ഷിക്കും. അതുപോലെ മലയാളി പ്രവാസി സംഘടനകൾ കലാസാംസ്കാരിക പരിപാടികൾക്ക് പുറമെ ആരോഗ്യ ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ ഉള്ളവർ മരുന്നുകൾ കൃത്യമായി തന്നെ കഴിക്കണം. പലരും ഇവ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചികിത്സ എടുക്കുന്നില്ല. ഹൃദയാഘാതം ഒരൊറ്റ കാരണം കൊണ്ടല്ല, പല ഘടകങ്ങൾ ഒന്നിച്ചോ വേറിട്ടോ ഇതിന് കാരണമാകാം. സ്ത്രീകളിലും ഹൃദയാഘാതം ഇപ്പോൾ സാധാരണമാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പ്രവാസ ജീവിതത്തിൽ പണം സമ്പാദിക്കാം, പക്ഷേ ആരോഗ്യവും ജീവനും നഷ്ടമാക്കി പണം നേടിയിട്ട് കാര്യമില്ല.